നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ടൻ തീരുമാനങ്ങളും നയങ്ങളും ശക്തമായിട്ട് തിരിച്ചടിക്കുന്നു. നമ്മുടെ രാജ്യം വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി 2 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് നമ്മൾ ചിലവ് ചുരുക്കണമെന്ന്. അദ്ദേഹം ഇന്ത്യൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വിദേശയാത്രകൾ ഒഴിവാക്കണം, സ്വർണം വാങ്ങുന്നത് നിർത്തണം, ഇന്ധനം ഉപയോഗിക്കുന്നത് പരമാവധി ചുരുക്കണം, പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണം, കാർ പൂളിംഗ് നടത്തണം. കർഷകരോട് അദ്ദേഹം പറയുന്നത് വളം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, കുക്കിംഗ് ഓയിൽ നമ്മൾ അധികം ഉപയോഗിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ആദ്യം തന്നെ ഇറാൻ അമേരിക്കൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് കുറേ കൂടി കടന്നുള്ള കാര്യങ്ങളാണ്. എണ്ണ പോലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതായത് പാചകത്തിനുള്ള എണ്ണ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടത് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം കൊണ്ടാണെന്ന് നമ്മൾ കരുതുമെങ്കിലും യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10-12 കൊല്ലങ്ങളായിട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നയങ്ങൾ മൂലം തന്നെയാണ് ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ രാജ്യം വളരെയധികം ഫോറിൻ കറൻസിയിൽ ആശ്രയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് US ഡോളർ. അപ്പോൾ US ഡോളർ സ്ഥിരമായിട്ട് നമ്മുടെ പക്കൽ നല്ല തോതിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഡോളർ കൊടുത്തിട്ടാണ്. അപ്പോൾ ഡോളറിൻ്റെ ശേഖരം വേണ്ടത്ര നമ്മുടെ രാജ്യത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പെട്ടെന്ന് തന്നെ ചെന്ന് വീഴും. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നം അതുതന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഡോളർ കരുതൽ ശേഖരം പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡോളർ ചിലവാക്കി വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഡോളർ പോകുന്നത് പെട്രോളിയം വാങ്ങാനാണ്. വലിയ തോതിൽ പെട്രോളിയം വാങ്ങാനാണ് നമ്മുടെ രാജ്യത്ത് നിന്നും ഡോളർ പോകുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇപ്പോൾ വളരെയധികമായിട്ട് ഡോളർ പുറത്തേക്ക് പോകുന്നത് ഇറക്കുമതിയിലൂടെ മാത്രമല്ല, അല്ലെങ്കിൽ ഇറക്കുമതിക്ക് വേണ്ടി മാത്രമല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയ സമയം മുതൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കാണും, അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ അടിക്കുക. അദ്ദേഹം പോകാത്ത രാജ്യങ്ങളില്ല. 1, 2, 3, 4 തവണ വീതം പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹം പോയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആൾക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിക്കാനാണ്. ഇവിടെ വരിക, ഇന്ത്യയിലേക്ക് വന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യുക. ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇവിടെ ഇപ്പോൾ എല്ലാം വളരെ സുഗമമായിട്ടാണ് നടക്കുന്നത്, സുതാര്യമാണ്. പെട്ടെന്ന് ലൈസൻസ് കിട്ടും, ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം. അങ്ങനെ വിദേശത്ത് പോയി ഒരുപാട് ആൾക്കാരെ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിച്ച് അവരിവിടെ കൊണ്ടുവന്ന് പണം മുടക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് നരേന്ദ്രമോദി ചിന്തിച്ചു. നരേന്ദ്രമോദിക്ക് മുമ്പ് തന്നെ വിദേശത്ത് നിന്നും വലിയ സ്ഥാപനങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റ് ഇടത്തരം സ്ഥാപനങ്ങളെയും ചെറുകിട സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ ചെന്ന് കണ്ട് അവരുമായിട്ട് സംസാരിച്ച് നരേന്ദ്രമോദി അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇവിടെ വന്ന് പണം ഇറക്കും. അതുകൂടാതെ നമ്മുടെ രാജ്യത്തെ കമ്പനികളുടെ സ്റ്റോക്ക് ഷെയർ വിദേശത്തുള്ളവർക്ക് വാങ്ങാനുള്ള അനുമതി കൊടുത്തത്, നമ്മുടെ സർക്കാരിൻ്റെ തന്നെ ചില സ്ഥാപനങ്ങളുടെ ഷെയറുകൾ വിദേശത്തുള്ളവർക്ക് വാങ്ങാൻ അനുമതി കൊടുത്തതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം ചിന്തിച്ചത് നമ്മുടെ രാജ്യത്തേക്ക് കൂടുതൽ ഡോളർ എത്തും, നമ്മുടെ ഡോളർ കരുതൽ ശേഖരം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും, നമുക്ക് ഇറക്കുമതി ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ എപ്പോഴും നമ്മുടെ ഡോളർ കരുതൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കും എന്നൊക്കെ ആയിരിക്കണം അദ്ദേഹം കരുതിയത്. എന്തു തന്നെയായാലും ശരി, ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രശ്നമെന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ ഈ മണ്ടൻ തീരുമാനം കൊണ്ട് സംഭവിച്ചതാണ്. നമ്മുടെ രാജ്യത്തെ ആൾക്കാർ വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ ഫോറിൻ ടൂർ അടിക്കുന്നത് കൊണ്ടോ നമ്മൾ പെട്രോളോ ഡീസലോ ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും അല്ല ഇവിടെ ഇപ്പോൾ ഡോളർ കുറഞ്ഞു പോയത്. മറിച്ച് വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള പലരും അത് പെട്ടെന്ന് പിൻവലിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് നിന്നും അവരത് പിൻവലിക്കുമ്പോൾ നമ്മളവർക്ക് കൊടുക്കേണ്ടതെന്നാണ് ഡോളറാണ്. അവരിങ്ങോട്ട് ഡോളറാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മുടെ ഇവിടെ ഷെയർ വാങ്ങാനായാലും കമ്പനി തുടങ്ങാനായാലും എന്തിനു തന്നെ ആയാലും ശരി, അവരോട് കൊണ്ടുവന്ന് ഡോളർ ഇറക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, ഇങ്ങോട്ട് ഡോളർ വരികയാണല്ലോ. എന്നാൽ അവരത് തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നരേന്ദ്രമോദി ആലോചിച്ചില്ല. അതും ഇത്തരമൊരു ഘട്ടത്തിലാണ് പല ആൾക്കാരും പല സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്ത് നിന്നും ബൾക്കായിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവർക്ക്
ഡോളർ കൊടുക്കാനായിട്ട് കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. കാരണം നമ്മുടെ ഡോളർ കരുതൽ ശേഖരം അനുദിനം കുറയുന്നു. ഒരു ഭാഗത്ത് യുദ്ധം മൂലം നമുക്ക് പ്രോപ്പർ രീതിയിൽ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്നില്ല. ക്രൂഡ് ഓയിലിനൊക്കെ ഗണ്യമായിട്ട് വില കൂടി. അതുകൂടാതെ ഇങ്ങനെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കുന്നത് കൊണ്ട് രാജ്യം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലെത്തി നിൽക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പരമാവധി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കരുത്. പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നതാണ്, സ്വർണം ഇറക്കുമതി ചെയ്യുന്നതാണ്, ഫെർട്ടിലൈസർ നമ്മൾ കൂടുതലും ഇറക്കുമതി ചെയ്യുന്നതാണ്, കുക്കിംഗ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഇനി ഇറക്കുമതി ഒരു പക്ഷേ നടന്നെന്ന് വരില്ല. കാരണം ആ അവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശ്രീ നരേന്ദ്രമോദിക്ക് തൻ്റെ ഇടവും ബുദ്ധിയും ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ ഇറാനുമായിട്ട് ഡീല് ചെയ്തിരുന്നെങ്കിൽ, നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യം പെട്രോളിയം ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഏണ്ടൊരു നമ്മുടെ ആവശ്യത്തിൻ്റെ ഒരു 80-85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. മുമ്പ് മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഇറാനിൽ നിന്ന് നമ്മൾ വലിയ തോതിൽ പെട്രോളിയം വാങ്ങിയിരുന്നു. അവർക്കൊന്നും അമേരിക്കയെ ഇത്ര വലിയ പേടിയുണ്ടായിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി വന്ന ശേഷം ഇറാനുമായിട്ടുള്ള ഇടപാടുകൾ മെല്ലെ മെല്ലെ കുറച്ച് അവിടെ നിന്നും എണ്ണ വാങ്ങുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും അദ്ദേഹം നിർത്തി. കാരണം അമേരിക്കയുടെ ഓർഡറുണ്ട് അവിടെ നിന്നും വാങ്ങരുത്. ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണ്? നമുക്ക് ഡോളർ ലാഭിക്കാം. ഇറാനിൽ നിന്നും മൻമോഹൻ സിംഗ് ഉള്ള സമയത്ത് എണ്ണ വാങ്ങിയിരുന്നത് പകരം അങ്ങോട്ട് നമ്മുടെ കാർഷിക വിഭവങ്ങൾ കൊടുത്തിട്ടാണ്, പ്രത്യേകിച്ച് ബാസ്മതി അരി. ഇറാനികൾ നല്ലപോലെ ബാസ്മതി അരി കഴിക്കുന്നവരാണ്. നമ്മളെപ്പോലെ ഈ ചവറ അരിയൊന്നും അവർ കഴിക്കില്ല, ഹൈ ക്വാളിറ്റി അരിയേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ആ അരി അവർക്ക് വളരെ അധികമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതിവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഇറാനിലേക്ക് അയക്കുന്നു. അതിൻ്റെ വിലയ്ക്കുള്ള പെട്രോളിയം അവർ നമുക്ക് തരുന്നു. അപ്പോൾ ഗുണമെന്താണ്? നമുക്ക് നമ്മുടെ ഡോളർ കരുതൽ ശേഖരം ചിലവാക്കാതെ, വലിയ തോതിൽ ചിലവാക്കാതെ ലാഭിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഈ കഴിഞ്ഞ 5-10 കൊല്ലം നമ്മൾ ഇറാനിൽ നിന്നും പെട്രോളിയം വാങ്ങാതിരുന്ന ആ സമയത്തൊക്കെ തന്നെ നമ്മളത് വാങ്ങിയിരുന്നത് അമേരിക്ക കൽപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ഡോളർ കൊടുത്തിട്ടാണ്. അല്ല, നമുക്കത് കിട്ടില്ല. റഷ്യയിൽ നിന്നും റൂബിൾ രൂപ എക്സ്ചേഞ്ച് സംവിധാനം ഉണ്ടാക്കി. അതായത് നമ്മൾ അവർക്ക് രൂപ കൊടുത്താൽ മതി, അവർ നമുക്ക് പെട്രോളിയം തരും. എന്നാൽ അവിടെയും അമേരിക്ക ഇടപെട്ടു. നിങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങാൻ പാടില്ല, വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കും. ഇന്ത്യ പേടിച്ച് അത് നിർത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പക്കലുള്ള ഡോളർ അമേരിക്ക പറയുന്ന രാജ്യങ്ങളിലേക്ക് ഒഴുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യയെ നമ്മുടെ നരേന്ദ്രമോദി എത്തിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടത് നരേന്ദ്രമോദിയുടെ അമേരിക്കയുടെ മുമ്പിലുള്ള അടിമത്ത മനോഭാവം കൊണ്ടും അവരെ ധിക്കരിക്കാൻ അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ടുമാണ്. അദ്ദേഹം ഒരു കോംപ്രമൈസ്ഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിച്ച് വോട്ട് നേടാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അവിടെയും വോട്ട് നേടാൻ അദ്ദേഹത്തിന് വെറുപ്പിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് കളിക്കാൻ അറിയാവുന്നത്. ശരിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഭരണം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നതും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരെയും ഭംഗിയായിട്ട് അദ്ദേഹം PR വർക്കിലൂടെ കബളിപ്പിച്ച് ജനങ്ങളെ നല്ല രീതിയിൽ വിഡ്ഢികളാക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒളിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യം അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ സർക്കാർ പറയുന്നു പേടിക്കാനൊന്നുമില്ല, ഇവിടെ ആവശ്യത്തിന് പെട്രോളുണ്ട്, ആവശ്യത്തിന് ഡീസലുണ്ട്, ആവശ്യത്തിന് ഗ്യാസുണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. എങ്കിലെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞത്? അതിലൊക്കെ രസം, ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ആരംഭിച്ചതാണ്. നമ്മുടെ രാജ്യത്ത് അടുത്ത സമയത്താണ് തിരഞ്ഞെടുപ്പൊക്കെ തീർന്നത്. ഈ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം തന്നെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും കോടിക്കണക്കിന് ലിറ്റർ പെട്രോളും ഡീസലും ചെലവഴിച്ച് രാജ്യം മുഴുവൻ പ്രചരണങ്ങളും ക്യാമ്പയിനുകളും നടത്തുകയായിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോഴൊന്നും നമ്മുടെ രാജ്യത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങളോടും പറഞ്ഞില്ല. നിങ്ങൾ സ്വർണം വാങ്ങരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പെട്രോൾ കുറച്ച് ഉപയോഗിക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. കാരണം അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും, സർക്കാരിൻ്റെ പിടിപ്പുകേട് ജനം അറിയും. തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇത് വെസ്റ്റ് ഏഷ്യൻ യുദ്ധം കൊണ്ട് സംഭവിച്ച ഒരു കാര്യമേ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പിടിപ്പ് കെട്ട നയങ്ങൾ മൂലം തന്നെ സംഭവിച്ചതാണ്. അമിതമായിട്ട് വിദേശികളിൽ നമ്മൾ ആശ്രയിച്ചതിൻ്റെയും അമിതമായിട്ട് അമേരിക്കയുടെ കൽപ്പനകൾ അനുസരിച്ചതിൻ്റെയും മാത്രം ഫലമാണിത്. നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ നമ്മുടെ രാജ്യത്തുള്ളവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ എന്താണ് കുഴപ്പം?
നമ്മുടെ രാജ്യത്തുള്ള കമ്പനികളുടെ ഷെയർ നമ്മുടെ രാജ്യത്ത് തന്നെ വിറ്റഴിക്കപ്പെടട്ടെ. എന്തിനാണ് വിദേശികൾ അവിടെ വന്ന് പണം ഇറക്കുന്നത്? വിദേശികൾ പണം ഇറക്കി കഴിഞ്ഞാൽ അവരിറക്കുന്നത് ഡോളറാണ്, അവർ അത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ കൊടുക്കേണ്ടത് ഡോളറാണ്. അങ്ങനെ ഇറക്കിയ ആൾക്കാർ ഒറ്റയടിക്ക് എല്ലാം കൂടെ പിൻവലിച്ച് പോയി കഴിഞ്ഞാൽ എന്താകും നമ്മുടെ രാജ്യത്തെ കമ്പനികളുടെ അവസ്ഥ? ഇതൊന്നും നരേന്ദ്രമോദി ആലോചിച്ചില്ല. ഇങ്ങോട്ട് ഡോളർ വരണം, വിദേശത്തു നിന്നും പണം ഒരുപാട് ഞാൻ മൂലം എത്തി എന്നത് വലിയൊരു ക്രെഡിറ്റായിട്ട് കണ്ടുകൊണ്ട് കിടന്ന അദ്ദേഹം ഇപ്പോൾ ആ പണം തിരികെ പോകുമ്പോൾ കിടന്ന് കൈകാലിട്ടടിക്കുകയാണ്. ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ചെലവ് ചുരുക്കണം, നിങ്ങൾ പെട്രോൾ അടിക്കരുത്, നിങ്ങൾ കാറിൽ പോകരുത്, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യണം. സ്വന്തമായിട്ട് ആൾക്കാർ പാടുപെട്ട് കാശ് മുടക്കി കാറ് വാങ്ങിയിട്ട് ഇപ്പോൾ അവർക്ക് അതിലൊഴിക്കാൻ കൊടുക്കാൻ പെട്രോൾ ഇല്ല, പെട്രോൾ വാങ്ങാൻ കയ്യിൽ കാശില്ല. വല്ലാത്ത ഒരു ദുര്യോഗത്തിൽ എത്തിപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ രാജ്യം. ഇനിയെങ്കിലും ശ്രീ നരേന്ദ്രമോദി മനസ്സിലാക്കണം, നമ്മൾ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. നമ്മൾ വളരെ മുമ്പ് തന്നെ ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു. നമ്മുടെ പക്കലുള്ള ഡോളർ, നമുക്ക് ഡോളർ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് എങ്കിൽ ആ ഡോളർ പരമാവധി ചിലവഴിക്കാതിരിക്കാൻ വേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള നല്ലൊരു മാർഗമായിരുന്നു പെട്രോളിയം ഇറാനിൽ നിന്ന് വാങ്ങുക എന്നത്. എന്നാൽ ഇറാനിൽ നിന്നും പെട്രോൾ ഇറക്കൽ നമ്മൾ നിർത്തിയതോടുകൂടി നമുക്ക് പൂർണ്ണമായിട്ടും ഡോളർ തന്നെ കൊടുത്ത് പെട്രോളിയം വാങ്ങേണ്ട സാഹചര്യമുണ്ടായി. അടിമത്ത മനോഭാവത്തോടുകൂടി രാജ്യത്തെ ഭരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ. നട്ടലിൽ നിവർത്തി നിന്ന് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് അമേരിക്കയോടായാലും ആരോടായാലും പറയാനുള്ള ഒരു ഗട്ട്സ് ഉള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്നു ഡൽഹിയിലിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ കുഴപ്പം ഉണ്ടാകില്ലായിരുന്നു. ഈ യുദ്ധം ഇല്ലാതാക്കാനോ അതിൽ ഇടനില വഹിക്കാനോ പോലും നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല. കുറേ ഏറെക്കാലം നമ്മൾ കേട്ടതാണ്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നരേന്ദ്രമോദിയെപ്പോലെ സ്വീകാര്യതയുള്ള ഒരു നേതാവ് ലോകത്തില്ല. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെയുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അങ്ങേയറ്റം ബാധിച്ചിരിക്കുന്ന ഇറാൻ അമേരിക്കൻ യുദ്ധം നിർത്തൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? അത് നമ്മളെക്കൊണ്ട് സാധിക്കുമോ? പാകിസ്ഥാൻ ചെയ്ത കാര്യങ്ങളുടെ അത്രയെങ്കിലും ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ പോലെ ഈ യുദ്ധം ബാധിക്കപ്പെട്ട മറ്റേതെങ്കിലും ഒരു രാജ്യമുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഇനിയെങ്കിലും ഇന്ത്യക്കാർ കണ്ണു തുറക്കണം. ഇനിയെങ്കിലും ഇന്ത്യക്കാർ കണ്ണു തുറന്ന് മനസ്സിലാക്കണം, രാജ്യഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ വർഗീയമായിട്ട് ഭിന്നിപ്പിച്ച് വോട്ടുണ്ടാക്കുന്ന കലാപരിപാടിയല്ല. താങ്ക് യു.